അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഭൂമിയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മ അവനെ സൃഷ്ടിച്ച നാഥനിൽ പങ്കുചേർക്കുക എന്നതാണ്. അഥവാ സ്രഷ്ടാവിന് പുറമെ മറ്റു ദൈവങ്ങളുണ്ടെന്ന് വാദിക്കൽ, അവയോട് പ്രാർത്ഥിക്കൽ. ഈ കൊടിയ പാതകത്തിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞ് ഏകദൈവാരാധന എന്ന വലിയ നന്മയിലേക്ക് അവനെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മഹത്തായ ഒരു ആദർശമാണ് ഇസ്ലാം. ഇസ്ലാം ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇസ്ലാം ആദർശമായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ഈ മാറ്റങ്ങൾ സമൂഹത്തിന് ദോഷമാണെന്ന് ചിലർ തെറ്റിദ്ധരിപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുകയാണ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ മൈ ഫെയ്ത്ത് മൈ റൈറ്റ് എന്ന പ്രോഗ്രാം ചെയ്തത്. ഇസ്ലാം സ്വീകരിച്ച ഒരു കൂട്ടം കുടുംബങ്ങൾ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ അതിഥികളായി വന്നുകൊണ്ട് അവരുടെ മനസ്സ് തുറന്നപ്പോൾ മലയാളികളുടെ മനസ്സുകളിൽ നിന്ന് നീങ്ങിപ്പോയത് ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ്. ആ കുടുംബങ്ങൾ ഒന്നടങ്കം പറഞ്ഞു അവരുടെ മാറ്റങ്ങൾ കൊണ്ട് അവർക്കും സമൂഹത്തിനുമുണ്ടായത് നന്മകൾ മാത്രമാണെന്ന്. ആ നന്മകളെ കൂടുതൽ അടുത്തറിയാൻ നിങ്ങൾക്ക് വേണ്ടി ഇനി ഞങ്ങളുടെ ക്യാമറ ചലിക്കുന്നത് ഇസ്ലാം സ്വീകരിച്ചവരുടെ വീടുകളിലേക്കാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലെ അഹമ്മദ് അലി എന്ന സഹോദരൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത്. ആദ്യമായി നിങ്ങളെയും കുടുംബത്തെയും ഒന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് അഹമ്മദ് അലി. തിരുവനന്തപുരം ജില്ലയിലാണ് എൻ്റെ സ്വന്തം സ്ഥലം. ഇവിടെ ബിസിനസ് പരമായിട്ട് ആണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് വൈഫ് ആമിന. ഇത് മൂന്നാമത്തെ മോൻ അബ്ദുറഹ്മാൻ. എൻ്റെ മൂത്ത മോൻ അബ്ദുള്ള മലപ്പുറത്താണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഏറ്റവും മൂത്തത് മോളാണ്. അവളെ വിവാഹം കഴിച്ചു കൊടുത്തത് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലടുത്താണ്. ഞങ്ങൾ 5 പേരാണ് ഇസ്ലാം മതം സ്വീകരിച്ച് വന്നത്. ഏകദേശം ഒരു 25 വർഷത്തോളം ആയിട്ടുണ്ടാവും ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച് വന്നിട്ട്. എന്തായിരുന്നു ഇസ്ലാം സ്വീകരിക്കുവാനുള്ള ഒരു കാരണം? ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലായിരുന്നു ഞാൻ ജനിച്ച് വളർന്നതൊക്കെ. അങ്ങനെ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ചർച്ചിൽ എന്നും എല്ലാ പ്രധാനപ്പെട്ട ആരാധനകളിലും വളരെ ഭക്തിയോടുകൂടി തന്നെ ഞാൻ അവിടെ പങ്കെടുത്തിരുന്നു. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ക്രൈസ്തവ മതവിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായ വിശ്വാസവും അനുഷ്ഠാനവും അതനുസരിച്ച് പോവുമായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മളെ സുഹൃത്തുക്കളുമായിട്ട് പ്രധാനപ്പെട്ട ഈ 3 മതങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. ആ ചർച്ചയിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഏകദൈവ വിശ്വാസം എല്ലാ മതങ്ങളിലും ഉണ്ടെങ്കിലും പക്ഷേ അത് അനുഷ്ഠിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു സന്യാസിയായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പിന്നെ ശരിയായ ആരാധന രീതിയും ശരിയായ ദൈവവിശ്വാസവും സന്യാസത്തിനാണുള്ളത്. അതുകൊണ്ട് സന്യാസിയായാൽ മാത്രമേ പരലോകത്ത് സ്വർഗം നേടാൻ സാധ്യമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സന്യാസം സ്വീകരിച്ചു. ഏകദേശം 7ഓളം വർഷം സന്യാസ ജീവിതം നയിച്ചു. അത് സന്യാസത്തിൽ പൊതുജനങ്ങൾക്ക് അറിയുന്നതിനപ്പുറം സന്യാസത്തിൽ 3-4 വിഭാഗങ്ങളുണ്ട്. അതിൽ അവസാനം വരുന്നത് കുടുംബാശ്രമ ജീവിതം എന്ന് പറയും. ഭാര്യയും മക്കളുമായിട്ട് സന്യാസ ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം. ആ ഗണത്തിൽ ഞാൻ ഉൾപ്പെട്ടുകൊണ്ട് ഞാനും ഭാര്യയും മക്കളുമൊക്കെ സന്യാസ ജീവിതം. ഈ മോൻ ചെറുതായിരുന്നു അന്ന് അവന് 3 വയസ്സിന് താഴെയുള്ളൂ. അങ്ങനെ ഞാൻ 7 വർഷത്തോളം സന്യാസ ജീവിതം നയിച്ചു. ആ കാലഘട്ടത്തിൽ സന്യാസത്തിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പ്രാഥമിക അറിവ് നേടുക എന്നുള്ളൊരു സംവിധാനമുണ്ട് സന്യാസത്തിൽ. അങ്ങനെ ആ കാഴ്ചപ്പാടിൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. ആ ആഗ്രഹം അന്ന് 1977 കാലഘട്ടങ്ങളിൽ
വിശുദ്ധ ഖുറാൻ്റെ പരിഭാഷ അങ്ങനെ എല്ലായിടും ഇന്നത്തെ പോലെ കിട്ടിയിരുന്നില്ല. ലൈബ്രറികളിലൊക്കെ ഞാൻ ട്രിവാൻഡ്രം ലൈബ്രറികളിലൊക്കെ ഞാൻ അന്വേഷിച്ച് നടന്നു. ഖുറാൻ്റെ പരിഭാഷ കിട്ടിയിട്ടില്ല. ഈ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലിരിക്കെ തന്നെ ഭാര്യയുടെ സഹോദരൻ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അളിയൻ എനിക്കൊരു വിസ അയച്ചു തന്നു. ഞാൻ അങ്ങനെ ഗൾഫിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് യാദൃശ്ചികമായി മലയാള പരിഭാഷ, വിശുദ്ധ ഖുറാനിൻ്റെ മലയാള പരിഭാഷ വായിക്കാനിടയായി. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ചിട്ട് പിന്നെ അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന പല സംശയങ്ങൾക്കും വിശുദ്ധ ഖുറാൻ്റെ പരിഭാഷ വായിച്ചതോടുകൂടി എനിക്ക് പിന്നെ മാറിക്കിട്ടി. അപ്പോൾ അതിൽ ഈ 3 മതങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 3 മതങ്ങളിലും ഏകദൈവ വിശ്വാസം ഊന്നി പറയുന്നുണ്ടെങ്കിലും ശരിക്കും അടിസ്ഥാനപരമായി ഏകദൈവ വിശ്വാസത്തിൻ്റെ അകക്കാമ്പ് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുറാനിലാണ്. ഏകദൈവാരാധന അതിൻ്റെ പവിത്രമായ രൂപത്തിൽ നിലനിൽക്കുന്നത് ഇസ്ലാമിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ ഒരു തിരിച്ചറിവുകൊണ്ട് മാത്രം എന്തുകൊണ്ട് ഇസ്ലാം വേണം അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണം എന്ന നിർബന്ധമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേർന്നു? അതിന് മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാലം മാത്രമേ ജീവിക്കുകയുള്ളൂ. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ദൈവവിശ്വാസിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ദൈവവിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതത്തിന് ഒരു അന്ത്യവുമില്ല, ഒരവസാനവുമില്ല. അവിടെ നമ്മൾ വിജയിച്ചില്ല എങ്കിൽ, നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ അതിന് ഒരു എത്ര വർഷമെന്ന് പറയാൻ പറ്റില്ല, അവന് അവസാനമില്ലല്ലോ. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടി ഒരു കോടി വർഷം കഴിഞ്ഞിട്ടെങ്കിലും ഒരു രക്ഷയുണ്ടെങ്കിൽ അതുവരെ നരകത്തിൽ പോയി അതുവരെ കഷ്ടപ്പാട് സഹിച്ചാൽ മതിയല്ലോ. അതിനും ഒരു അവസാനമില്ല എന്ന് നിത്യമായി നരകത്തിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ പിന്നെ പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചാലും ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിച്ചാൽ മാത്രം, അതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ഈ ലോകത്ത് എന്ത് ബുദ്ധിമുട്ടുകളും സഹിച്ചാലും കുഴപ്പമില്ല, എനിക്ക് സ്വർഗം വേണം എന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അത് കാലാകാലത്തേക്കുള്ള ഒരു ജീവിതമാണ്, അവിടെ രക്ഷപ്പെടണം എന്നൊരു ചിന്ത മാത്രമാണ് താങ്കളെ ഇസ്ലാമിലേക്ക് നയിച്ചത്. അത് മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് എനിക്ക് ഊന്നി പറയാനുള്ളത്. ഏകദൈവ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രമേ പരലോകത്ത് സ്വർഗം ലഭിക്കുകയുള്ളൂ, പരലോകത്തുള്ള വിജയം നേടാൻ സാധ്യമുള്ളൂ. വേറെ ഏത് മതത്തിൽ, ഞാനിപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്ത്യാനിയായി ജീവിച്ചാൽ കുടുംബക്കാർക്കൊക്കെ ഒരു പ്രശ്നമില്ല, നാട്ടുകാർക്കൊരു പ്രശ്നമില്ല, സമൂഹത്തിനൊന്നൊരു പ്രശ്നമില്ല. ഏകദൈവ വിശ്വാസം സ്വീകരിച്ച് കളവ് പറയാതെ, ആരെയും ദ്രോഹിക്കാതെ, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ എത്രത്തോളം നന്മയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഖുറാനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത്, ആ നന്മകൾ മുഴുവനും ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, സഹിക്കേണ്ടി വരും. വിശുദ്ധ ഖുറാനിൽ പറയും പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് പോലെ നിങ്ങൾക്ക് എളുപ്പം അങ്ങ് സ്വർഗം നേടാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? സാധ്യമല്ലല്ലോ, എളുപ്പം സ്വർഗം നേടാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ഞാൻ ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സ്വർഗം എന്നുള്ള ആ ഒരു സന്തോഷം അനുഭവിക്കുമ്പോൾ ഈ ലോകത്ത് കുറച്ച് നാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതൊരു പ്രയാസങ്ങളായിട്ട് തോന്നുന്നില്ല. കാരണം സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഇതൊന്നും നമ്മളൊരു ത്യാഗവും സഹിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിസ്താഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, അതുപോലെ പിന്നെ ആദ്യകാല ശിഷ്യന്മാർ, ആദ്യകാല ഘട്ടങ്ങളിൽ ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന സഹാബത്തിൻ്റെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ സഹിക്കുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? മാതാപിതാക്കളിൽ എൻ്റെ അമ്മയാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത്. അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടില്ല. നിങ്ങളോട് അവരുടെ നിലപാടെന്താണ്? അതായത് നിങ്ങൾ ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ അവർ എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്?
അവർക്ക് ഇസ്ലാമിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും തയ്യാറല്ല. ഇസ്ലാമിനെക്കുറിച്ച് മാധ്യമങ്ങളുടെയും ഒക്കെ മീഡിയകളിലൂടെ വരുന്ന തെറ്റിദ്ധാരണകൾ മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത്. പത്രമെടുത്ത് നോക്കിയാലും പിന്നെ ഏതൊരു അക്രമ പ്രവർത്തനങ്ങളിലും മുസ്ലിം പേരില്ലാത്തൊരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അവർ അതൊക്കെയാണല്ലോ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാമിനെ അങ്ങോട്ട് ശരിയായ ഇസ്ലാമിനെ അവർക്ക് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ ആവശ്യത്തോടു കൂടി അവർ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു വരാം. പക്ഷേ അവർ ഇസ്ലാമിനെ തെറ്റിദ്ധാരണയോടുകൂടി ഒരു കാഴ്ചപ്പാട് ആണ് അവർക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്താൽ എല്ലാവർക്കും സത്യദീനെ മനസ്സിലാക്കാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ. നിങ്ങളുടെ അമ്മയുടെ മതത്തിൽ നിന്ന് നിങ്ങൾ മാറി മറ്റൊരു മതം സ്വീകരിച്ചു. പക്ഷേ ആ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അതിപ്പോഴും അതേ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പോൾ 7 മക്കളാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹം എൻ്റെ കൂടി എന്നാണ് തോന്നുന്നത്. ഞാൻ അമ്മയെ നല്ലപോലെ നോക്കാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം എൻ്റെ കൂടെയാണ് അമ്മ. ഞാൻ അവിടെ നിന്ന് പോരുന്നത് വരെ നിന്നത്. ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. എൻ്റെ മൂത്ത 3 ജ്യേഷ്ഠന്മാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 2 സഹോദരിമാരും ജീവിച്ചിരിപ്പുണ്ട്. അവരെക്കാൾ എൻ്റെ ഇളയ സഹോദരിയുടെ കൂടെയാണ് ഇപ്പോൾ അമ്മ നിൽക്കുന്നത്. എന്നാലും ഞാൻ കാണാൻ പോകുമ്പോൾ എന്ന് ഇഞ്ഞ് വരുവാടാ ജീവിക്കാൻ എന്നാണ് എൻ്റെ കൂടെ ചോദിക്കുന്നത്. എൻ്റെ കൂടെ ജീവിക്കാൻ അത്ര സ്നേഹമാണ് എൻ്റെ കൂടെ. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ശരിക്കും നമുക്ക് ജീവിതത്തിന് അർത്ഥമുണ്ടായി. ശരിയായ ഒരു അതായത് ഒരു എന്താ ഗുണമുള്ളൊരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നേരത്തെ ഒരു പാഴ് വസ്തുവിൻ്റെ പുറത്ത് നിന്ന അതായത് ഒരു ഗുണമില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതായത് ശരിക്കും അറിയപ്പെടുന്നതും അതായത് വാപ്പ മുസ്ലിമായി എന്നറിയപ്പെടുന്നതും എന്നോട് അത് പറയുന്നതും ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഞാൻ 7ൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ സൺഡേ സ്കൂളിൽ പോവുകയും പള്ളിയുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ വാപ്പ അത് വന്ന് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ അപ്പോഴും ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളൂ, അപ്പോൾ സ്വർഗം കിട്ടും. ഓക്കെ, അന്ന് ഞാൻ സ്വർഗം അപ്പോഴും നമ്മൾ പള്ളിയിൽ നിന്ന് പഠിക്കുന്നത് സ്വർഗം കിട്ടും എന്നാണ്. സ്വർഗം നരകമുണ്ട്. അതിൽ വിശ്വസിക്കുന്നുണ്ട്. അതാണ് അതിനുള്ള ആവശ്യം അപ്പോഴേ ഉണ്ട്. അപ്പോൾ ബാപ്പ പറഞ്ഞു സ്വർഗം കിട്ടും മോനെ, നിനക്ക് മുസ്ലിമായ സ്വർഗം കിട്ടും. പിന്നെ ഓക്കെ, ഞാൻ റെഡിയാണ്, എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, കാരണം സ്വർഗമാണ് എനിക്ക് ഏറ്റവും വലുത്. നിങ്ങളുടെ ഭർത്താവ് ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു യഥാർത്ഥത്തിൽ? എൻ്റെ പ്രതികരണം ഇപ്പോഴെനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 5 മക്കളാണ്. 4 ആൺമക്കളും ഞാൻ ലാസ്റ്റ് ഒരു പെങ്ങളുമാണ്. അപ്പോൾ എനിക്ക് ആ വീട്ടുകാരുമായിട്ടുള്ള സ്നേഹത്തിലും സമൃദ്ധിയിൽ എനിക്ക് ജീവിച്ച് ഇവർ ഗൾഫിലായി ഇസ്ലാം മതം സ്വീകരിച്ച സമയത്ത് ഞങ്ങളാരെയും അറിയിച്ചില്ല. അതിന് ശേഷമാണ്, വീട്ടിൽ വന്നതിന് ശേഷമാണ് പറയുന്നത് ഇന്നതുപോലെയാണ് ഞാൻ ഇസ്ലാം. അപ്പോഴെനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നീട് അതുമായിട്ട് ജീവിച്ച് പിന്നെ ഒരു നല്ലൊരു ജീവിതം, നേരത്തെ നല്ലൊരു ജീവിതമായിരുന്നു. ഇസ്ലാമപരമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പം നമുക്കൊരു സുരക്ഷിതത്വവും പിന്നെ ഏകദൈവ വിശ്വാസവും ശിർക്ക് കലരാത്ത ഒരു വിശ്വാസവും പരലോക ചിന്തയും ഉള്ള, പരലോകത്ത് സ്വർഗത്തിൽ പോകുമെന്നുള്ള വിശ്വാസത്തിൽ ഉണ്ട്. സ്വർഗവും നരകവും ഉണ്ട്. നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കുടുംബത്തോടെ പോകാം എന്ന് പറഞ്ഞപ്പം ആദ്യമൊന്നും എനിക്ക് നല്ല താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഇതുമായിട്ട് സഹകരിച്ചും ഈ വിശ്വാസവും പ്രസംഗവും അതും ഒക്കെ കേട്ട് വന്നപ്പോഴെനിക്ക് നല്ല ഇഷ്ടമായി. ഞാനും അതിലോട് സമ്മതിച്ചായിരുന്നു. ഇപ്പോഴത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചിലർ ഇസ്ലാം സ്വീകരിക്കുന്നു. അവർ അതിനുശേഷം സ്വന്തം കുടുംബങ്ങളെ വിട്ട്, നാട് വിട്ട്, അതായത് അവർക്ക് എതിർപ്പില്ലാത്തൊരവസ്ഥയിൽ പോലും സ്വന്തക്കാരെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു നാടുകളിലേക്ക് പോകുന്നൊരവസ്ഥ, നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു പഠനം എവിടെ നിന്നെങ്കിലും ലഭിക്കുകയോ അത്തരത്തിലുള്ള ഒരു ഇസ്ലാമികപരമായി ഇത് ഇസ്ലാം പറയുന്നതാണ് എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അധ്യാപനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇസ്ലാമിൽ സംബന്ധിച്ചിടത്തോളം അങ്ങനെ
ഇസ്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ ഒരു മുസ്ലിമായി ജീവിക്കാൻ ഉള്ള സാഹചര്യമില്ലാതെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ നമ്മൾ അവിടെ നിന്ന് പോകാൻ പാടുള്ളൂ എന്നാണ്. പിന്നെ നേരത്തെ ഇവരോട് ചോദിച്ചതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും ഞാൻ എൻ്റെ ഭാര്യയെ മക്കളെ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ടില്ല. ഇസ്ലാമിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടേ ഉള്ളൂ. അല്ലാതെ നീ മുസ്ലിം ആവണം എന്ന് ഞാൻ ആരോടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ വൈഫ് പരാതി പറഞ്ഞല്ലോ, ഞാൻ മുസ്ലിമായപ്പോൾ അറിയിച്ചിട്ടില്ല എന്ന്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശമാണ് അവർ തിരഞ്ഞെടുക്കേണ്ട വിശ്വാസവും അവരുടെ ജീവിതവും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അവൾ ഈ പർദ്ദ ധരിച്ചത് എൻ്റെ നിർബന്ധം കൊണ്ടല്ല. മനസ്സിൽ ഒരുപാട് വേദനയോടുകൂടി പർദ്ദ ധരിക്കാതെ എൻ്റെ വണ്ടിയുടെ ബാക്കിലിരുത്തി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ബ്ലൗസും പിന്നെ സാരിയും കൊടുത്തിട്ട്. എന്നിട്ട് ഞാൻ 8 വർഷത്തോളം ഞാനങ്ങനെ എൻ്റെ വൈഫിനെ കൊണ്ട് നടന്നു, എൻ്റെ ഭാര്യയെ കൊണ്ട് നടന്നു. ഞങ്ങൾ തമ്മിൽ അത്ര സ്നേഹമാണ്. എന്നിട്ട് ഞാൻ വേഷം മാറാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവൾക്ക് സ്വന്തമായി ഇനി ഇങ്ങനെ നടന്നാൽ പറ്റൂല എന്ന് സ്വന്തമായി ഇതല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, സ്വർഗം കിട്ടില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് അവൾ സ്വന്തമായി വേഷം മാറിയത്. ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വേഷത്തിലേക്ക് മാറിയപ്പോൾ, അതായത് മുമ്പുണ്ടായിരുന്ന ഒരു വേഷവിധാനമല്ല ഇപ്പോൾ, ഈ ഒരു വേഷത്തിലേക്ക് മാറിയപ്പോൾ, പർദ്ദയിലേക്ക് മാറിയപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? മുൻപത്തെ വേഷത്തെ അപേക്ഷിച്ച് എന്തു തോന്നുന്നു? നേരത്തെ ധരിച്ചിരുന്ന വസ്ത്രമാണെങ്കിൽ നമ്മളെ ശരീരം അന്യ പുരുഷന്മാരും അന്യ ആൾക്കാരും കാണുമായിരുന്നു. ഇപ്പോഴും ധരിച്ചിരിക്കുന്ന വസ്ത്രമാണെങ്കിൽ പിന്നെ സുരക്ഷിതത്വമുണ്ട്, ശരീരം മറഞ്ഞു കിടക്കണം, നല്ല ഒതുക്കവും അടക്കവും ഉള്ള വസ്ത്രമാണ്. അതുകൊണ്ട് ഞാൻ ആലോചിച്ചിടത്തോളം ഇതാണ് എൻ്റെ നല്ല വസ്ത്രമെന്നാണ് എനിക്ക് തോന്നി, എനിക്ക് ഇഷ്ടത്തോടും കൂടെ ഞാൻ ധരിക്കുന്നത്. നിങ്ങൾ ഒരു ആദർശം സ്വീകരിച്ചു, എന്നാൽ നിങ്ങളുടെ കൂടെയുള്ളവർ അത് സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ തലത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. എന്നിട്ടും സഹിഷ്ണുതയോടുകൂടി എല്ലാം ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടു. എന്താണ് ഈ ഒരു ക്ഷമക്ക് പിന്നിലുള്ള കാരണം? ക്ഷമിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ദൈവത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ അമിതമായ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് എനിക്കും, അള്ളാഹുവിന് എന്നോടും. അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയ്ക്ക് കൊടുക്കാത്ത ഒരു അനുഗ്രഹം, ഒരു ഭാഗ്യം, ഹിദായത്ത് എന്നുള്ള അനുഗ്രഹം എനിക്ക് തന്ന് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവാണ് എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കേണ്ടത്. ആ അനുഗ്രഹം അള്ളാഹുവിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ പിന്നെ ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധ്യമുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ നിർബന്ധത്തിന് വേണ്ടി അവൾ മുസ്ലിമായേക്കാം, എൻ്റെ മക്കളും അതുപോലെ തന്നെ. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഉംറയും ഹജ്ജും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉംറയൊക്കെ ചെയ്യാൻ ഭാഗ്യം കിട്ടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ കാബയുടെ അടുത്ത് പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എൻ്റെ കുടുംബത്തെ കൂടി നീ ഹിദായത്തിലാക്കണമെന്നും കുടുംബത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം കുടുംബത്തോടു കൂടി ഇസ്ലാം മതം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം സ്വന്തം കുടുംബത്തെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കാൻ സാഹചര്യവും അധികാരവും എല്ലാം ഉണ്ടായിട്ടും, അതിന് അവകാശമുണ്ടായിട്ടും അതിനൊന്നും മുതിരാതെ മക്കൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയും സ്വന്തം ഭാര്യയ്ക്ക് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് 8 വർഷത്തോളം അള്ളാഹുവോട് ക്ഷമാപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ മക്കൾ ഇസ്ലാമിലേക്ക് വരുന്നതും കാത്തിരുന്ന ഇദ്ദേഹത്തെ പോലെ ഒരുപാട് ഭർത്താക്കന്മാരും പിതാക്കന്മാരും ഈ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നിർബന്ധ മതപരിവർത്തനത്തെക്കുറിച്ച് ഒരു ചർച്ച തന്നെ അപ്രസക്തമാണ്. കൊല്ലം ജില്ലയിലെ മണപ്പള്ളി എന്ന സ്ഥലത്ത്
അബ്ദുള്ള എന്ന സഹോദരൻ്റെ വീട്ടിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്? ഞാൻ എൻ്റെ 36-36ാമത്തെ വയസ്സിലാണ്. അന്ന് ഇസ്ലാം സ്വീകരിക്കുവാനുള്ള ഒരു നിങ്ങൾക്ക് തുറന്നു കിട്ടിയ ഒരു വഴി എന്തായിരുന്നു? എനിക്ക് ചെറുപ്പത്തിൽ മനുഷ്യൻ തന്നെ തീർത്ത ഉപകരണത്തിന് ദൈവമാക്കുന്ന മനുഷ്യൻ്റെ വിഡ്ഢിത്തരത്തെക്കുറിച്ച് എനിക്ക് കുഞ്ഞിലെ പുച്ഛമായിരുന്നു. അതാണ് എൻ്റെ ബേസിക്കലായിട്ടുള്ള ബിലീഫ്. എനിക്ക് കുഞ്ഞിലെ അറിയാം ഒറ്റ ദൈവമേ ഉള്ളത്. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞത് 30 കോടി ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പിഞ്ചു മനസ്സുകൊണ്ട് അന്ന് 5ാം ക്ലാസ്സിലോ കണ്ട് പഠിക്കുക. ആ പിഞ്ചു മനസ്സിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഈ 30 കോടി ദൈവത്തിനെ ആരാധിച്ച് വരാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അപ്പം ഞാൻ പിന്നെ ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനും അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരവസരം കിട്ടിയത്. ഈശ്വരൻ ഒന്നേ ഉള്ളു എന്നുള്ള നിഗമനത്തിലെത്തിപ്പെട്ടത്. അല്ല, ആരും എന്നെ ഒന്നും പ്രലോഭിപ്പിച്ചതല്ല. ഒന്നിലേറെ ദൈവത്തിന് ഈ ദുനിയാവിൽ നിലനിൽപ്പില്ല. കാരണം രാജാക്കന്മാർ 2 പേരാണെങ്കിൽ 2 രാജാവ് ഉണ്ടെങ്കിൽ ആ രാജാക്കന്മാർ തമ്മിലടിക്കണ്ടേ? അപ്പോൾ ഏത് രാജാവാണ് യഥാർത്ഥ രാജാവ്? അപ്പോൾ അതുകൊണ്ട് എൻ്റെ മാനസികാവസ്ഥ തന്നെ എന്നെ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചത് എൻ്റെ മനസാക്ഷിയാണ്. ബഹുദൈവാരാധനയിൽ ഒരു യുക്തിയുമില്ല എന്ന് പണ്ട് മുതലേ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ബഹുദൈവ ആരാധന ഒരു ശീലമാക്കിയത് എൻ്റെ അന്നത്തെ ആയാലും ഇപ്പോഴത്തെ ആയാലും അത് കണക്കൂട്ടി നോക്കിയാൽ അത് ഒരു നോവലാണ്. ഇതൊക്കെ ഇത് വെറും നോവലാണ്. ഇതിനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഈ ആരാധിക്കുന്ന ഒരു ദൈവം പറഞ്ഞിട്ടില്ല ഞാനാണ് ഇതിൻ്റെ സൃഷ്ടാവെന്ന് ഒരു ദൈവം പറഞ്ഞായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നില്ല. അതാ എൻ്റെ കാര്യം. ഭൂമിയിലുള്ള സൃഷ്ടികളായിട്ട് ആളുകൾ പൂജിക്കുന്ന ഒരാളും തന്നെ പറഞ്ഞിട്ടില്ല, ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. ഈ പറയപ്പെട്ട ഒരു ദൈവവും പറഞ്ഞിട്ടില്ല ഞാനാണ് ഇതിനെ സൃഷ്ടിച്ചതെന്ന്. ഒരു ദൈവം ഇന്ന് ഏതെങ്കിലും ഒരു ദൈവം എന്നോട് പറയാൻ ഞാൻ ആ ദൈവത്തെ ആരാധിക്കും. പറയാൻ ദൈവം ഇല്ലല്ലോ, ദൈവം ഒന്നില്ലേ ഉള്ളു, പിന്നെ എങ്ങനെ ഇത് പറയുന്നേ? അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് വല്ല ബുദ്ധിമുട്ടുകളും നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുന്ന വെള്ളം പോലും ഞാൻ ഈ നാട്ടിലല്ലായിരുന്നു, ഞാൻ അന്യനാട്ടിലായിരുന്നു. എൻ്റെ സഹപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ തരുന്ന വെള്ളം പോലും കുടിക്കാൻ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അത്രമാത്രം ഒരു വലിയ വൈരാഗ്യത്തിൽ ഇപ്പോഴും എന്നോടൊപ്പം സഹകരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ അതിനെ ഒന്നും അതിനൊരു കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാര്യം ലക്കും ദീനിക്കും വലിയ ദീൻ എന്ന് പറയുന്ന പോലെ നിൻ്റെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം. ഞാൻ ഇതിൽ മരിക്കാനാണോ എനിക്കിഷ്ടം, ഇതിൽ മരിക്കാനാ, ഞാൻ മരിക്കാൻ തയ്യാറാണ്. എനിക്കതിനകത്ത് മറ്റൊരാൾ എന്നെ അങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് ഭയവുമില്ല. കാരണം ഞാൻ ഭയക്കുന്ന ദൈവത്തെയാണ്. ജീവിച്ചിരിക്കുമ്പോഴും ആ ദൈവമാണ് എന്നെ നോക്കുന്നത്. ഞാൻ മരിച്ചു ചെല്ലുമ്പോഴും അങ്ങോട്ടാണ് ഇരുന്നത്. പിന്നെ ഞാൻ ആരെയാണ് പേടിക്കുന്നത്? ദൈവിക നിയമം അനുസരിച്ച് അന്നും ഇന്നും ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ആ രീതി കൂടെ മരിക്കാനും തയ്യാറാണ്. നിങ്ങൾ ഉൾക്കൊണ്ട ഈ വിശ്വാസത്തിൻ്റെ പേരിൽ മരിക്കാൻ വരെ തയ്യാറാണ്, അതായത് സ്വന്തം ജീവിതം അർപ്പിക്കാൻ വരെ ആ ഒരു വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ എന്തു നേട്ടമാണ് നിങ്ങൾ ആത്യന്തികമായി അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ആത്യന്തികമായി അതിൽ പ്രതീക്ഷിക്കുന്നത് ഭൂമിയിലെ നിയമം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഭൂമിയിലെ സുഖം കിട്ടും. ഭൂമിയിലെ സുഖം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിച്ച് ഒരു പക്ഷേ 100 വർഷം ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ 125 വർഷം ജീവിച്ചു, അല്ലെങ്കിൽ ഒരു 200 വർഷം ആയിക്കോട്ടെ. ഈ 200 വർഷം ജീവിച്ചതിന് ശേഷം അവൻ പോയി കിടക്കേണ്ടത് മരിച്ച കിടക്കുകയാണ്. ആ മരിച്ചു കിടന്നതിന് ശേഷം ലോക അവസാനം വരുന്നവെങ്കിൽ എത്ര 1000 വർഷം എത്ര ലക്ഷം വർഷം വേണമെന്ന് ആർക്കും അറിയത്തില്ല. അപ്പം ഈ 100 വർഷം ജീവിച്ച അവന് ഭൂമി കിട്ടിയ ആ 100 വർഷത്തെ സുഖം അവന് ഒരിക്കലും അത് സുഖമായിട്ട് തോന്നത്തില്ല. എനിക്ക് തോന്നുന്നില്ല. അപ്പം മരിച്ച് എത്ര വർഷം കിടക്കും? നമ്മൾ ജീവിച്ചതിനേക്കാൾ കൂടുതൽ വർഷം മരിച്ചു കിടക്കും, ഖബറിൽ കിടക്കും. പിന്നെ അതിനുശേഷമാണ് മഹ്ശറയായി വിചാരണയായി. അപ്പോൾ അതുവരെ അവൻ്റെ ജീവിതം എന്തായിരിക്കും? അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചാണ് മനുഷ്യൻ ഭൂമി ജീവിക്കേണ്ടത്. പരലോകമുണ്ട് എന്നൊരു ബോധമാണ്. ആയിട്ടില്ലയോ? നാളെ ചെല്ലേണ്ടത് പഠിച്ചോൻ്റെ അടുത്തേക്കല്ലേ. നാളെ നമ്മൾ മരിച്ചതിന് ശേഷം ലോകാവസാനത്തിന് ശേഷം മഹ്ശറയിൽ ചെല്ലുന്നത് നമ്മുടെ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ മുമ്പിലാണ് എത്തപ്പെടുന്നത്.
സൃഷ്ടാവിന് മുമ്പിൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ ഈ ദുനിയാവ് ജീവിച്ച എല്ലാം അവിടെ ഫോട്ടോ പോലെ കാണിച്ചിരുന്ന അങ്ങനെ അതിൽ പടച്ചോൻ്റെ നിയമങ്ങൾ അത് മനസ്സിലാക്കുമ്പോൾ ഭൂമിയിൽ ഒരു സുഖമല്ല. നിങ്ങളുടെ മക്കളെല്ലാം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്? മക്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. കാരണം അവർക്കത് ഇഷ്ടമല്ല. ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമം സ്വീകരിക്കുവാൻ, ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല. ഇസ്ലാമിൻ്റെ സന്ദേശം നിങ്ങൾ അവർക്ക് കൈമാറിയിട്ടുണ്ട്? പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അവർക്ക് ഇന്നും വരെ അവർ വലിയ എന്നെക്കാട്ടി അറിവുള്ളവരായി. പക്ഷേ നിങ്ങളുടെ മക്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, നിങ്ങളാണെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ അവരോടുള്ള ഒരു മക്കൾ അല്ലെങ്കിൽ ഉപ്പ, അച്ഛൻ, മക്കൾ, ഈ ബന്ധം ഇപ്പോഴും നല്ല ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എൻ്റെ മക്കൾ തന്നെ. അവർ വരികയോ എന്നോടൊപ്പം സഹകരിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതിന് എന്താ ഇസ്ലാമിൽ എവിടെ പറഞ്ഞേക്കുന്നത് പാടില്ലെന്ന്? അപ്പോൾ നിങ്ങൾ ഇസ്ലാമിൻ്റെ സന്ദേശം നിങ്ങളുടെ മക്കൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ മേൽ ഒരിക്കലും നിങ്ങളൊരു നിർബന്ധം പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിർബന്ധമായി ഇസ്ലാം സ്വീകരിക്കണം, എൻ്റെ മക്കളായിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇസ്ലാം സ്വീകരിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. പാടില്ല, അത് പറയാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹിദായത്ത് തന്നത് സുബ്ഹാനല്ല പടച്ചവനാണ്. അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ ഈ ഹിദായത്തും ഇല്ല. എനിക്ക് ഹിദായത്ത് വല്ല പ്രൈം മിനിസ്റ്ററുടെ കയ്യിലായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട ഹിദായത്ത് കിട്ടത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ മക്കളെ ഞാൻ ഹിദായത്ത് കൊടുക്കാൻ എന്നെ കൊണ്ട് ഒക്കുമോ? ഇല്ല. അപ്പം ഞാൻ കരുതിയത് എനിക്ക് 36 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഹിദായത്ത് കിട്ടിയത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഹിദായത്ത് കൊടുത്തിരിക്കും, അല്ലാതെ ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ ഇസ്ലാം ഒന്നിനെയും ബലമായിട്ട് പിടിക്കുന്ന ഒരു സന്ദേശം ഇസ്ലാമിലില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിർബന്ധത്തിൻ്റെയോ പ്രലോഭനത്തിൻ്റെയോ യാതൊരു ആവശ്യവും വരുന്നില്ല, ഒരിക്കലും വരുന്നില്ല. എനിക്കത് തരാം, നിനക്ക് ഇത്ര ഡൊണേറ്റ് ചെയ്യാം, അതുകൊണ്ട് നീ എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല, പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തുമില്ല. ഇന്ന് സമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നിർബന്ധ മതപരിവർത്തനം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സ്വന്തം മക്കളെ പോലും അവരെ നിങ്ങൾക്ക് നിർബന്ധിക്കുവാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. എന്നിരുന്നാലും നിങ്ങളത് ചെയ്യുന്നില്ല. എവിടെയാണ് ഈ നിർബന്ധ മതപരിവർത്തനം പിന്നെ നടക്കുന്നത്? സമൂഹത്തിൽ ഇത്തരം പ്രചരണങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു? സമൂഹത്തിൽ ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത് ഇസ്ലാമിനെ തോൽപ്പിക്കാൻ, ഇസ്ലാമിനെ കരുതേക്കാൻ, അല്ലാതെ ഇസ്ലാമിലെങ്ങും പറഞ്ഞിട്ടില്ല നീ പിടിച്ചു കെട്ടി മുസ്ലിമാക്കാൻ, എങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുള്ളിടത്തോളം ഇസ്ലാമിൽ പിടിച്ചുകെട്ടോ അടിയോ അല്ലെങ്കിൽ വലിച്ചു പിടിക്കലോ അല്ലെങ്കിൽ കാശ് കൊടുത്ത് പിടിച്ചു കെട്ടിയോ ഒന്നും ദീന് എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആണ്, അല്ലാതെ ഒരു മനുഷ്യൻ്റെ അല്ല. പടച്ചോൻ്റെ വകയാണ് ദീന്. പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദീനിനെയാണ്, അതിനുശേഷമുള്ള ബാക്കിയല്ല. അത് മനുഷ്യൻ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് അവനവൻ്റെ കടമയാണ്. അത് അംഗീകരിക്കുകയും അതിൽ ഉൾക്കൊള്ളുകയും ദീനി വരികയും ചെയ്യുന്നത് കേൾക്കുന്നവരുടെയോ ഇല്ലെങ്കിൽ അവനവൻ്റെ മാനസികാവസ്ഥയാണ്. ഒരു മുസൽമാന് പരമാവധി ചെയ്യാൻ കഴിയുക ഇത് ഇസ്ലാം സത്യമാണ്, ഇത് നീ സ്വീകരിക്കണം എന്ന് പറയുക മാത്രം. പറയുക മാത്രം, അല്ലാതെ അവനെ അടിച്ചേൽപ്പിക്കാൻ എങ്ങും പറഞ്ഞിട്ടില്ല. അടിച്ചേൽപ്പിക്കണമെന്ന് പഠിച്ച് ഞാൻ ഒരു കിതാബിൽ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇസ്ലാം അത്ര പരിശുദ്ധമാണ് ഇസ്ലാമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ചു, അതുകൊണ്ട് എനിക്കും സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ നിർബന്ധിതയാണ് എന്നൊരു ചിന്തയാണോ? എന്താണ് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം? അങ്ങനെ ചിന്ത എനിക്കില്ലായിരുന്നു. കാരണം ഹിന്ദുവായി ജീവിച്ചു വന്ന എനിക്ക് ഇസ്ലാമുമായിട്ടുള്ള ആരുമായിട്ടും തന്നെ ഒരടുപ്പും എനിക്കില്ലായിരുന്നു. ഞാൻ ഹിന്ദുവായി ജീവിച്ചു വന്നിരുന്നപ്പോഴേ ഹിന്ദുവായിട്ടുള്ള ജീവിതമായിരുന്നു ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. ഷാഹിദ് കലിമ ചൊല്ലി തന്നു എങ്കിൽ തന്നെയും എനിക്ക് എൻ്റെ ചുറ്റുവട്ടങ്ങളൊന്നും അങ്ങനെയുള്ളൊരവസ്ഥയിലല്ലായിരുന്നു. പക്ഷെ എങ്ങനെ ഇരിക്കും ഇദ്ദേഹം ലീവിന് വന്നപ്പോഴെന്നെ ഈ പ്രസംഗം കേൾക്കാൻ ഒരു പ്രാവശ്യം കൊണ്ടുപോയി ആ പ്രസംഗം ഞാൻ വളരെ വീക്ഷിച്ചപ്പോൾ അതും ഇതും കൂടെ തട്ടിച്ചു നോക്കിയപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് മറ്റൊന്നുമില്ല, സർവശക്തനല്ലാതെ മറ്റൊന്നുമില്ല നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതങ്ങളിൽ എന്നെനിക്ക് സ്വന്തമായിട്ട് ബോധ്യമായിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് സ്വന്തമായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഈ പല ഭാഗത്തുനിന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഞാൻ തട്ടിക്കളഞ്ഞിട്ട് ഇതിലേക്ക് മാത്രമായിട്ട്
അടിയുറച്ച് പടച്ചവനെ വിശ്വസിച്ച് അങ്ങനെ പോകുന്നതല്ലാതെ മറ്റാരും ഒന്നും പറഞ്ഞു തന്നിട്ടല്ല ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ്. പടച്ചവനെ ആരാധിക്കുക, വിശ്വസിക്കുക, അതിലേക്ക് ജീവിക്കുക, ഇവിടുന്ന് പടച്ചവൻ്റെ മുന്നിലേക്ക് എത്തുക. ആ ഒരു കാര്യം മാത്രമേ എനിക്കുള്ളൂ. ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? 2 കൂടുതലായി. 2 കൂടുതൽ വർഷമായി. ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ചു, അതിനുശേഷം 2 കൂടുതൽ വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഈ 2 വർഷത്തിൻ്റെ കാലയളവിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ അധികാരം ഉപയോഗിച്ചോ ബലം പ്രയോഗിച്ചോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഇസ്ലാമിലേക്ക് വരണം നീ എന്ന് നിർബന്ധിതമായി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? ക്ഷണിച്ചിട്ടുണ്ട്. ഒരു നിർബന്ധവുമില്ല. ഇല്ലാതെ ഇതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആലോചിക്കുമ്പോൾ 7 സഹോദരിമാരുടെ ഒരു സഹോദരൻ്റെ ഭാര്യയാണ് ഞാൻ. അപ്പോൾ 7 പെൺകുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് അവർക്കൊരു ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷെ ചിന്തിച്ച് വന്നപ്പോൾ അവരാരുമല്ല നമ്മുടെ മുമ്പിൽ ഉള്ളത്, പടച്ചോനല്ലാതെ മറ്റാരുമില്ലെന്ന് ബോധ്യമായി. അങ്ങനെ ഈ 2 വർഷ കാലയളവിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാത്തത് കൊണ്ട് നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് നിങ്ങളുടെ ഭർത്താവ് പെരുമാറിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുമില്ല. ഇല്ല. സന്തോഷമായി ജീവിക്കുന്നു നിങ്ങൾ? സന്തോഷമാണ്. ടീച്ചറായിട്ട് എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട്? ടീച്ചർ വനിതാ കോളേജിലെ ഹോസ്റ്റലിൻ്റെ വാർഡനുമായിട്ടായിരുന്നു. രണ്ടും കൂടി 12 വർഷം. യഥാർത്ഥത്തിൽ ഭർത്താവ് ചെയ്തു തരേണ്ട ബാധ്യതകൾ, ഭർത്താവിൻ്റെ കടമകൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ? നിർവഹിക്കുന്നുണ്ട്, അതിലൊന്നും ഒരു വീഴ്ചയില്ല. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മാതാപിതാക്കളുടെ നിങ്ങളോടുള്ള നിലപാടുകൾ എന്തായിരുന്നു? മാതാപിതാക്കളുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? മാതാപിതാക്കൾ പ്രതികരണം ഫാദറില്ലായിരുന്നു. മദറിന് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. നീ പിന്നെ മനസ്സിലാക്കിയതില്ലയോ, അപ്പോൾ അങ്ങനെ പോകട്ടെ, ഞാൻ ഉടനെ എനിക്ക് അതിലോട്ട് വരാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു ശരി, അത് അമ്മയുടെ ഇഷ്ടം, ഇത് ദൈവം ഒന്നേ ഉള്ളു, നാളെ ചെല്ലേണ്ടതും അങ്ങോട്ടാണ്, അത് ഓർമ്മയിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അല്ല വേറെ ഞാൻ പറഞ്ഞിട്ടില്ല. ആരും എന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. അമ്മയോട്, മാതാവിനോട് എങ്ങനെ പെരുമാറണമെന്ന അധ്യാപനങ്ങൾ നിങ്ങൾക്ക് ഇസ്ലാമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ? അതിന് ഞാൻ മരിക്കുന്നവരെ, മദർ മരിച്ചുപോയി, മരിക്കുന്നവരെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കടമ, ഒരു മകൻ ചെയ്യേണ്ട കടമകളെല്ലാം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അത് നാളെ അവരോടെ സമൂഹത്തിന് ഭയന്നിട്ടല്ല, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കും, ഞാൻ ഇതിന് മറുപടി പറയണം എന്നോർത്ത് ഞാൻ ചെയ്ത. അതിന് ഒരു വീഴ്ച വരുത്തിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ കണ്ടുമുട്ടിയ ഈ കുടുംബത്തിലെ നാഥനാണ് അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരൻ. ഇസ്ലാം സ്വീകരിച്ചിട്ട് 30 വർഷം കഴിയുന്നു. ഇസ്ലാം സ്വീകരിക്കുവാൻ യാതൊരു പ്രലോഭനവും ഉണ്ടായിട്ടില്ലെന്നും ഇസ്ലാം സ്വീകരിക്കുവാൻ തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല എന്നും താൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം തൻ്റെ മക്കളെയോ ഭാര്യയെയോ ഇസ്ലാം സ്വീകരിക്കുവാനായി താൻ നിർബന്ധിച്ചിട്ടില്ല എന്നും കൃത്യമായി ഇവിടെ പറയുമ്പോൾ പ്രലോഭനത്തിനോ നിർബന്ധത്തിനോ ഇവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക.